ചെറുപുഴ പഞ്ചായത്ത് അക്ഷരാർത്ഥത്തിൽ കൂൺ ഗ്രാമം ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപുഴ കൃഷിഭവൻ കൂൺ കൃഷി പരിശീലനവും വേണ്ട സഹായങ്ങളും നൽകി കർഷകർക്കൊപ്പം തന്നെയുള്ളതിനാൽ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ് കൂൺ കൃഷി സജീവമായിട്ടുള്ളത്. പാറോത്തുനീർ സ്വദേശിയായ സജീഷ് പിയും ഭാര്യ പ്രസീത സജീഷും കൂടി വിപുലമായ രീതിയിൽ തന്നെ കൂൺ കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുകയാണ്. കൂടാതെ കൂൺ കൃഷി ബോട്ടിലുകളിലും വിജയകരമായി കൃഷി ചെയ്തിരിക്കുകയാണിവർ. കൂണുകൾ വിപണന ആവശ്യങ്ങൾക്കായി കുഞ്ഞാറ്റ മഷ്റൂം എന്ന പേരിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷനും ഇവർ ചെയ്തിട്ടുണ്ട്. ആദ്യം 1-2 കൂൺ ബഡ് മാത്രം ചെയ്യാൻ ആരംഭിച്ചവർ ഇപ്പോൾ 100 കണക്കിന് ബഡുകളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉൽപ്പാദിപ്പിച്ച കൂൺ മുഴുവൻ യഥാസമയം വിറ്റഴിക്കാനും സാധിക്കുന്നുണ്ട് എന്നാണ് മുഴുവൻ കർഷകരും പറയുന്നതും. ചെറുപുഴ കൃഷിഭവൻ ഉദ്യോഗസ്ഥനായ സുരേഷ് കുറ്റൂരിൻ്റെ നേതൃത്വത്തിൽ 10ഓളം പരിശീലനങ്ങളാണ് ഇതിനകം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. വളരെ ക്രിയാത്മകമായാണ് ജനങ്ങൾ കൂൺ കൃഷിയോട് പ്രതികരിക്കുന്നത്. ചെയ്തവർ വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുന്നത് വിത്തുകൾ യഥാസമയം എത്തിച്ചു നൽകാൻ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഏർപ്പാട് ചെയ്യുന്നത് കൊണ്ടാണ്. കൂൺകൃഷി പല വിധത്തിൽ കൂൺകൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വൈക്കോലിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ പെല്ലറ്റിൽ ചെയ്തു വരുന്നുണ്ട്, അതുപോലെ പിന്നെ ഈ റബ്ബറിന്റെ അറക്കപ്പൊടിയിൽ ചെയ്തു വരുന്നുണ്ട്. ഇതിപ്പോ പല സ്ഥലത്തും കൂൺകൃഷി കണ്ടുവെങ്കിലും ഈ ബോട്ടിലെ കൂൺകൃഷി എന്ന് പറഞ്ഞ ഒരു അത്ഭുതമാണ്. കാരണം ഇതൊരു പരീക്ഷണമാണ്. ഇപ്പൊ സജീഷ് ആദ്യമായിട്ട് ചെയ്താണ് കണ്ടത്. അപ്പൊ ഇതിലേക്ക് പ്രചോദനം ഉണ്ടായത് എങ്ങനെയാണ്? ഇത് ഞാൻ നിലവിലെ ഒരു യൂട്യൂബിലാണ് ആദ്യം കാണുന്നത്, ഇങ്ങനെ ഒരു ബോട്ടിൽ ചെയ്തത്. അപ്പോൾ ഒന്ന് പരീക്ഷിക്കാന്നുള്ളൊരു ഇതിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയാണ്. ഇത് വൈക്കോലിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് നിലവിൽ അറക്കപ്പൊടി. ഇതിപ്പോ ചെയ്തിട്ട് 24-ാം തീയതി ഇട്ടിട്ടില്ല. ഇതിപ്പോ സ്പോണിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ കൂൺകൃഷി ഇപ്പം പിന്നെ നമ്മളെ കൃഷിഭവന്റെ ഒരു പരിശീലന പരിപാടിയായി ബന്ധപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഇത്രയും പ്രചോദനം ലഭിച്ചത് കൂൺകൃഷി ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ കൂൺകൃഷി ഇവിടെയാണെങ്കിലും 100ഓളം ബഡുകളും കാണുന്നുണ്ട്. ഈ 100ഓളം ബഡുകളിൽ എന്തെങ്കിലും ഈ പിന്നെ കൂൺകൃഷി ചെയ്യുന്നതിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്? ഈ കൂൺകൃഷിയായി ബന്ധപ്പെട്ട രീതി ആവശ്യമുള്ള പിന്നെ വൈക്കോൽ ഇങ്ങനെയുള്ളത് ലഭിക്കുന്നതിൽ, അതേപോലെ കൂൺ വിത്ത് ലഭിക്കുന്നതിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല? നിലവിലെ കൂൺ വിത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് നിറയെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഒരു 100 ബെഡിന് കണക്കായിട്ടുള്ള 50 വിത്താണ്. 50 വിത്തും നമ്മൾ KVKയിൽ പോയിട്ട് ഞാൻ എടുത്തു കൊണ്ടുവരികയാണ്. ഇനി ഞാൻ നിലവിൽ ഒരു 50 കൂടെ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 25ഓളം വിത്ത് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഇപ്പം കൊറിയർ വഴി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൂൺകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം വിജയകരമായിട്ട് ഇത് നടത്തിക്കുന്നതിന് വേണ്ടി മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് എന്തെങ്കിലും ഫംഗൽ ഉണ്ട്. അങ്ങനെ നിറയെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ഇപ്പോൾ ആദ്യം ഒരു 2 ബെഡ് ചെയ്തു, പിന്നെ ഒരു 10 ബെഡുകളും ചെയ്തു. ഈ 10 ബെഡുകൾക്കും പ്രശ്നങ്ങളൊന്നും ഞാൻ നിലവിൽ കണ്ടില്ല. അതിന് അത്ര വലിയൊരു കെയർ ഒന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് ഈ ട്രൈക്കോഡർമ, അത് മെയിനായിട്ട് ഇതാണ്. പിന്നെ ഈച്ചകളുടെ ശല്യം. ഇത് എത്രത്തോളം എണ്ണം വർദ്ധിക്കുന്നോ അത്രത്തോളം ഈ മണങ്ങളും ഈച്ചകളെയും മറ്റു പ്രാണികളെയും ആകർഷിക്കാനുള്ള ഒരു വലിയ സംവിധാനമാണ്. അത് അത്ര സുരക്ഷിതമായി അടച്ചു വെച്ചാലും ഏതെങ്കിലും ഹോൾ വഴി അത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ്. പിന്നെ പുഴുക്കൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഞാനും ഭാര്യയും ഭയങ്കരമായിട്ട് ഒരു ടെൻഷനിലായിരുന്നു. കാരണം വെച്ചാൽ ഇതെങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട്, കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇടുന്ന് വൈക്കോൽ പുഴുങ്ങലാണ് വലിയ പണി ഉണ്ടായത്. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് സജീഷിന്റെ മറ്റു ജോലികൾക്ക് പുറമെ ഇവരും കൂടി പൂർണ്ണമായ സപ്പോർട്ട് ഉള്ളത്. ഭാര്യ 2 മക്കളുണ്ട്. ഒരാൾ സ്കൂളിൽ പോയിട്ടുള്ളത്, മൂത്തവളാണ്. 2 മക്കളും കൂടും. ഈ 100ഓളം ബെഡുകൾ ഉണ്ടാക്കി വെച്ചതിൽ ട്രൈക്കോഡർമയുടെ ചെറിയ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങനെയായാലും ഇത് അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് ഒരു ധൈര്യമായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റു ജോലികൾ ചെയ്യുന്നതിന് മുമ്പ് ഇത് മനസ്സിനൊരു സന്തോഷമാണ്. അപ്പൊ ഇതിന്റെ മാർക്കറ്റിംഗ് നിലവിൽ ഇപ്പൊ എന്റെ അടുത്ത് കുറെ ആളുകൾ ഫോൺ ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. 100 ബെഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോ തന്നെ വിളയുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തരണം, അങ്ങനെ ഒരുപാട് ആളുകൾ ചോദിച്ചു. പ്രത്യേകിച്ച് മാർക്കറ്റുകളിൽ എത്തിക്കാതെ നമ്മൾ നമ്മള് ആളുകൾക്ക് പ്രാദേശികമായിട്ട് തന്നെ വിൽപ്പന നടത്താൻ വേണ്ടി പറ്റും അല്ലെ? ആളുകൾക്ക് ഇനിയിപ്പം അടുത്ത പ്രദേശത്ത് എണ്ണം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ തന്നെ കൊണ്ടു കൊടുക്കേണ്ട ഒരു സംവിധാനമാണ്. ഒരു പോഷക സമൃദ്ധമായ ഒരു ആഹാരം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നല്ല ഹെൽത്ത്. എന്നോട് പിന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ അവര് കൂൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പിന്നെ ഇപ്പൊ
നമ്മൾ മത്സ്യമാംസാദികളിൽ ലഭിക്കുന്ന അത്രയും പോഷക ഘടകങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോർമാലിനും കലർന്ന മത്സ്യമെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പം കൂൺ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്നത് ഇങ്ങനെ ഇതേപോലെയുള്ള ഉൽപ്പാദനം നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ 100 ബെഡ് ഇനിയിപ്പോൾ അതിലേക്ക് വർദ്ധിപ്പിക്കാൻ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹൈടെക്കോടുള്ള ഫാമോട് ആണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാരണം ഇപ്പം കൃഷി വകുപ്പ് മഷ്റൂം വില്ലേജ് എന്നുള്ള രീതിയിലൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പം ആദ്യഘട്ടത്തിൽ നമ്മളെ ചെറുപുഴ പഞ്ചായത്തിൽ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള കർഷകർ ഇത് ഇനി പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പദ്ധതികൾ തരാൻ വേണ്ടി. നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കൂൺ കൃഷി ഇപ്പോൾ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴുള്ളത് പാർവത്യനഗറിലുള്ള സജീഷ് PP വീട്ടിലാണ്. സജീഷ് PP ഈ കൂൺ കൃഷിയിൽ ഒരു പുതിയ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ബോട്ടിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ബോട്ടിൽ വൈക്കോൽ ഉപയോഗിച്ച് അതുപോലെ തന്നെ സ്പോൺ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്തിരിക്കുകയാണ്. ഏകദേശം 100 കണക്കിന് ബെഡാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ശ്രമകരമായാണ് ഈ പ്രവർത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സജീഷ് സുരേഷിൻ്റെ കുടുംബമുണ്ട്. ഈ കൂണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇത് ഏത് ഘട്ടത്തിലും മായം കലരാത്ത ഒരു ഭക്ഷ്യവസ്തുവാണ്. ഇങ്ങനെ ഒരു ഭക്ഷ്യവസ്തുവിനെ കുറിച്ച് നമ്മൾ ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഭക്ഷ്യവസ്തുവിനെ കുറിച്ചുള്ള പ്രോത്സാഹനവും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രചരണവുമാണ് ഇത്രയും വ്യാപകമായി കൂൺ കൃഷി ഇവിടെ നമ്മളെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വ്യാപിക്കുവാനുള്ള കാരണം. ഏകദേശം 10ഓളം പരിശീലനങ്ങൾ അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഈ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് നടത്തി കഴിഞ്ഞു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കലോറി മൂല്യം കുറഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആരോഗ്യകരമായ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും ഉൾപ്പെട്ട ഒരു ഭക്ഷ്യവസ്തുവാണ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം അരിയിൽ നിന്ന് ഏകദേശം 350 കലോറി നമുക്ക് ലഭിക്കുമെങ്കിൽ 100 ഗ്രാം കൂണിൽ നിന്ന് ഒരു 35 കലോറി, അതായത് ശരീരത്തിന് കലോറി മൂല്യം കുറഞ്ഞുകൊണ്ട് നമ്മുടെ പോഷക ഘടകങ്ങൾ കൂട്ടിക്കൊണ്ടുള്ള ഭക്ഷ്യവസ്തുവാണ് കൂൺ. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമുള്ളവർക്ക് വളരെ ഗുണകരമായ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. അതായത് പ്രമേഹം, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം, ഇങ്ങനെ മറ്റ് പല രോഗങ്ങളുള്ള എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഈ കൂണിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിച്ചതോടുകൂടിയാണ് ഇവിടെ കൂൺ കൃഷി ഇത്രയും വ്യാപകമായിരിക്കുന്നത് എന്നുള്ളതാണ്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.